മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സൈലം ലേണിംഗിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം. ശ്രുതി ടീച്ചറാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം പറഞ്ഞുതരാനാണ് ടീച്ചർ വന്നിരിക്കുന്നത്. അപ്പോൾ ചോദ്യത്തിലേക്ക് നേരിട്ട് പോകാം അല്ലേ? അപ്പോൾ പരീക്ഷയെ നമ്മൾ എപ്പോഴും ചിരിച്ചുകൊണ്ടാണ് നേരിടാറ്. അതിനെന്ത് ചെയ്യണം? ഉത്തരങ്ങളൊക്കെ എഴുതാൻ നമ്മൾ എന്ത് ചെയ്യണം? പ്രാപ്തരായിരിക്കണം, തയ്യാറായിരിക്കണം. അതുകൊണ്ട് ഇന്ന് നമുക്ക് പെട്ടെന്നൊരു ചോദ്യം നോക്കാം. നിങ്ങൾ ഡാലി അമ്മൂമ്മയുടെ പുഴ എന്ന് പറയുന്ന അല്ലേ, ഡാലി അമ്മൂമ്മയുടെ പുഴ എന്ന് പറയുന്ന ഒരു പാഠം നമ്മൾ പഠിച്ചിട്ടില്ലേ? ഡാലിയ എന്ന് പറയുന്ന ഒരു അമ്മൂമ്മ ഉണ്ട് അല്ലേ? ആ അമ്മൂമ്മയും പുഴയും തമ്മിൽ വളരെ ബെസ്റ്റീസ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു അല്ലേ? നല്ല ഒറ്റ ചങ്ങാതിമാരായിരുന്നു. അതിമനോഹരമായൊരു കഥയാണിത്. അപ്പോൾ എന്ത് ചെയ്തു? അമ്മൂമ്മയുടെ വീട്ടിലേക്ക് വെള്ളം കയറുന്ന സമയത്ത് അമ്മൂമ്മയെ എല്ലാവരും അവിടുന്ന് പോകാൻ നിർബന്ധിക്കുന്നു. പക്ഷെ പുഴയെ വിട്ട് അമ്മൂമ്മ പോകാൻ റെഡിയല്ല. അവസാനം കലക്ടർ വന്നിട്ട് ആ വീട് ഒഴിയാൻ വേണ്ടിയിട്ടല്ലേ അവിടെ നിന്ന് നഗരത്തിലെ ഈ വെള്ളം എത്തിപ്പെടാത്ത രീതിയിലുള്ള ഒരു ഫ്ലാറ്റിലേക്ക് അമ്മൂമ്മയെ കൊണ്ടുപോവുകയാണ് അല്ലേ. അപ്പോൾ പുറകെ തന്നെ ആരും പോയിട്ടുണ്ട്. അമ്മൂമ്മയെ തേടി നടന്നവർ തമ്മിൽ നല്ല ബോണ്ടായിരുന്നു, നല്ല അടുത്ത ചങ്ങാതിമാരായതുകൊണ്ട് അമ്മൂമ്മയെ തേടി ആര് പോയി? നമ്മുടെ പുഴയും പോയി. അപ്പോൾ സംഭാഷണം തയ്യാറാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് ടീച്ചർക്ക് തോന്നുന്നുണ്ട്. അത് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. പറയട്ടെ, ഓക്കെ അല്ലേ? സംഭാഷണത്തിൽ ആരൊക്കെ ഉണ്ടാവും? എന്തായാലും 2 പേര് വേണം സംഭാഷണത്തിൽ. ഇവിടെ നമ്മുടെ സംഭാഷണത്തിൽ ആരാണുള്ളത്? നമ്മുടെ ഡാലി അമ്മൂമ്മയും പുഴയുമാണ് അല്ലേ. അപ്പോൾ ആ ഒരു സംഭാഷണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈവ് ക്ലാസ്സിൽ നിന്നും പഠിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാവരും നമ്മുടെ മാരത്തോണിലും ലൈവ് ക്ലാസ്സിലൊക്കെ പങ്കെടുക്കുക കേട്ടോ. ഇതാ ആദ്യം എനിക്ക് പറയാനുള്ളത് പുഴ ഡാലി അമ്മൂമ്മയെ കാണുന്നു കേട്ടോ. അപ്പോൾ അവർ നല്ല ചങ്ങാതിമാരാണ്. അപ്പോൾ നിന്നെ ഞാൻ എവിടെയെല്ലാം അന്വേഷിച്ചെന്നോ? എങ്ങും കണ്ടില്ല. നിന്നെ ഞാൻ എവിടെയെല്ലാം അന്വേഷിച്ചെന്നോ? എങ്ങും കണ്ടില്ല. നിന്നെ കാണാതെ ഞാനും ഒരുപാട് വിഷമിച്ചു. നിന്നെ കാണാതെ ഞാനും ഒരുപാട് വിഷമിച്ചു. അപ്പൊ പുഴ പറയാ, അല്ല നീ എന്തിനാ ഇത്രയും ഉയരത്തിൽ വന്ന് താമസിച്ചത്? അതായത് ഫ്ലാറ്റ് എവിടെയാണ്? ഫ്ലാറ്റ് താഴത്തെ നിലയിലല്ല, ഉയർന്ന അടുത്ത മുകളിലത്തെ നിലയിലാണ് ആര് താമസിക്കുന്നത്? അമ്മൂമ്മ. അപ്പൊ പുഴ ചോദിക്കുക, ഞാൻ എത്തിപ്പെടാൻ എത്ര ബുദ്ധിമുട്ടിയില്ലേ? നീ എന്തിനാ ഇത്രയും ഉയരത്തിൽ വന്ന് താമസിക്കുന്നത്? അപ്പൊ അമ്മൂമ്മ ചോദിക്കുക, എന്ത് ചെയ്യാനാ, അവരെന്നെ ഇവിടെയാ കൊണ്ടിട്ടത്. എന്ത് ചെയ്യാനാ, അവരെന്നെ ഇവിടെയാ കൊണ്ടിട്ടത് അല്ലേ. അപ്പൊ പുഴ വീണ്ടും പറയാം, നിനക്കിവിടെ ചങ്ങാതിയെ കിട്ടിയോ? പുഴയ്ക്ക് ആകാംക്ഷ അറിയാൻ വേണ്ടിയിട്ട്, നിനക്കിവിടെ ചങ്ങാതിയെ കിട്ടിയോ? അപ്പൊ അമ്മൂമ്മ, കൂട്ടുകാരൊക്കെ ഉണ്ട്, പക്ഷെ നിന്നെ പോലെ ആവില്ലല്ലോ ആരും. നിന്നെ പോലെ ആവില്ലല്ലോ ആരും. നമ്മൾ കുട്ടിക്കാലം തൊട്ടേ ഉള്ള കൂട്ടല്ലേ. അല്ല, നമ്മുടെ പെരുമ്പാമ്പിൻ കുഞ്ഞിന് സുഖമാണോ? പുഴ അമ്മൂമ്മയ്ക്ക് ഒരു പെരുമ്പാമ്പിൻ കുഞ്ഞിനെ കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. അതിന് സുഖമാണോന്ന്, ഞാൻ ഇങ്ങ് വന്നതിന് ശേഷം അതിന് സുഖമാണോന്ന് ചോദിക്കുകയാണ്. അപ്പൊ പുഴ ചോദിക്കുകയാണ്, നിന്നെ കാണാത്തതിൽ അവനും ഒത്തിരി സങ്കടമുണ്ട്. നിന്നെ കാണാത്തതിൽ അവനും ഒത്തിരി സങ്കടമുണ്ട്. ഞങ്ങൾ അന്ന് ഒരുപാട് കരഞ്ഞു. അമ്മൂമ്മ ഇങ്ങ് വരുന്ന ആ സമയത്ത് പുഴയും പെരുമ്പാമ്പിൻ കുഞ്ഞും ഒരുപാട് കരഞ്ഞു എന്നല്ലേ. അപ്പൊ അമ്മൂമ്മ പറയാണ്, അന്ന് നിന്റെ നിലവിളി കേട്ട് എൻ്റെ ചങ്ക് പൊട്ടിപ്പോയി. പക്ഷേ അവർ അതൊന്നും വകവെച്ചില്ല. പുഴ, ഞാൻ കരുതി നമ്മളിനി ഒരിക്കലും കാണില്ലെന്ന്. അപ്പൊ അമ്മൂമ്മ പറയാ, ഞാനും അങ്ങനെയാ കരുതിയത്. പക്ഷെ നീ എന്നെ തേടി വന്നു. ആരോട് പറയാണ്? പുഴയോട്. നീ എന്നെ തേടി വന്നു അല്ലേ. ഇനി നമ്മൾ പിരിയാൻ പാടില്ല. വാ, നമുക്ക് കടലിലേക്ക് നീന്താം. അമ്മൂമ്മ, നമുക്ക് പിരിയണ്ട അല്ലേ, പിരിയണ്ട, ഞാനും നിന്റെ കൂടെ വരികയാണ് എന്നുള്ള രീതിയിലാണ് ഇവരുടെ സംഭാഷണം അവസാനിക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണ് എന്തിനെ കുറിച്ച് സംഭാഷണം എഴുതാൻ പറഞ്ഞാല് 2 പേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നു, ഉത്തരം പറയുന്നു, ചോദിക്കുന്നു, ഉത്തരം പറയുന്നു അല്ലേ. അതാണ് സംഭാഷണം. അപ്പൊ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ലൈവ് ക്ലാസ്സിൽ പഠിക്കാം. അപ്പൊ ലൈവിൽ കാണാം കേട്ടോ. നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പൊ സൈലത്തിന്റെ കൂടെ തന്നെ നിങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഞങ്ങളും നിങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ട് എന്ന് പറയാണ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.